ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് യൂട്യൂബ് വീഡിയോ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്ര പെട്ടെന്ന് 400 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സോ എവ്രി വൺ താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി കുറേ പേര് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, എക്സ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും, അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടത് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ജേർണിയിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിലെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് UK ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡോക്യുമെൻ്റാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. ഞാൻ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും മറന്നു പോയാലെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാനതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അത്രയും ഇയേഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ കയ്യിൽ കരുതണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് അത് എടുത്തിട്ട് വരിക എന്നുള്ള പരിപാടി നടക്കില്ല. കാരണം നിങ്ങളിനി ഇവിടുന്ന് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നുള്ളത് നമുക്കിവിടെ വന്നിട്ട് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അല്ലാണ്ട് ഔട്ട് ഓഫ് എമർജൻസി പോവുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കരുത് ആ ഒരു എമർജൻസി. സോ അതായത് നമ്മളുടെ എല്ലാ ID പ്രൂഫ്സും എടുത്തോ, നിങ്ങളുടെ ലൈസൻസ് എടുത്തോ. നിങ്ങൾക്കിവിടെ 1 ഇയർ അറ്റാനും ഇൻ്റർനാഷണൽ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കരുതുക കയ്യിൽ. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ ഒറിജിനലിൻ്റെ കൂടെയും ഒരു കോപ്പി, അതിൻ്റെ ഒക്കെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോൾ എന്താ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയതിൻ്റെ ശേഷം അത് പോയൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക. ചിലപ്പോൾ നിങ്ങളതിൽ ഇവിടുത്തെ പൈസ ഉണ്ടാവണമെന്നില്ല, പെട്ടെന്ന് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടും. അപ്പം നാട്ടിൽ നിന്ന് എപ്പോഴും അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു നല്ലൊരു വൃത്തിക്കുള്ളൊരു ഫയൽ നിങ്ങൾ വാങ്ങുക. ആ ഫയലിൻ്റെ അകത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാത്തിൻ്റെ ഒറിജിനൽ മസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ കരുതണം. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ID പ്രൂഫ്സും, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളിവിടെ പഠിക്കാൻ വരികയാണല്ലോ, ഐ മീൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ CAS, നിങ്ങളുടെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ, കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇഫ് നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാങ്ഷൻ ലെറ്ററിൻ്റെ ഒരു ഫസ്റ്റ് പേജോ അങ്ങനെ എന്തെങ്കിലും. കാരണം ഇതൊക്കെ നിർബന്ധമാണ് എന്നല്ല, എന്തെങ്കിലും ഒരു വെരിഫിക്കേഷനോ എന്തെങ്കിലും അതിൻ്റെ ഇടയിലൊരു മിസ്കമ്മ്യൂണിക്കേഷനോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു ഫയൽ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കരുതണം. ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കാലിക്കറ്റാണ്, അപ്പോൾ ഞാൻ കൊച്ചിയിൽ പോയിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാലിക്കറ്റും കൂടെ ഈ മെഡിക്കൽ എടുക്കേണ്ട ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോടുകാർക്ക് കുറച്ചൊരു സുഖമായിരിക്കും. അപ്പോൾ വാട്ടെവർ, ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലേസിങ് ഇല്ലാത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അപ്പം ഞാനൊരു സ്റ്റുഡിയോയിൽ പോയി ഗ്ലേസിങ് ഇല്ലാത്തതാണ് മെഡിക്കലിനാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഗ്ലേസിങ് ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് അറിയില്ല അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഈ ഫോട്ടോ എടുക്കില്ല, നിങ്ങൾ ഗ്ലേസിങ് ഇല്ലാത്ത തന്നെ എടുക്കണം. അപ്പം ഞാൻ അവിടെ കൊച്ചി അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്പോൾ സ്പോട്ടിലൊരു ഫോട്ടോ എടുത്തിട്ട് ഗ്ലേസിങ് ഇല്ലാത്ത ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതെപ്പോഴും മൈൻഡിൽ വെക്കുക. അവിടെ ഒരു ഹറിബറി കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ അതൊരു റഷായിരിക്കും അത് പോയി എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കുക. ഗ്ലേസിങ് ഇല്ലാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിളിക്കുമല്ലോ. അപ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഏതാ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കൂൾ, ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദാറ്റ്. ഇനി അഗെയിൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്ന് എൻ്റെ കയ്യിൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ ഇന്ത്യൻ മണി ഉണ്ട്. എനിക്ക് SBIൻ്റെ ഒരു ട്രാവൽ കാർഡ് ഉണ്ടായിരുന്നു. ആൻഡ് ട്രാവൽ കാർഡ് എടുത്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇത് ആക്ടിവേറ്റ് ആക്കിയിട്ട് വേണം പോകാമായിരുന്നു. പക്ഷേ ഞാൻ കേൾക്കായിട്ടാണോ അല്ലെങ്കിൽ എന്നോട് മറന്നു പോയതാണോ എന്നറിയില്ല, ഞാൻ ഇവിടെ വന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ആ കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു എമൗണ്ട് കയ്യിൽ വെക്കുന്നത് നല്ലൊരു അറ്റ്ലീസ്റ്റ് 100 pounds എങ്കിലും നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണല്ലോ. അപ്പം നമ്മൾ നാട്ടിലത്തെ പൈസ യൂസ് ചെയ്ത് വന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പെട്ടെന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പൈസ നിങ്ങൾ കയ്യിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാട്ടിലത്തെ പൈസ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അഗെയിൻ അതും ഞാൻ ചെയ്തൊരു മണ്ടത്തരാണ്. എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ആവുന്ന കളിയും കളിച്ചു, പക്ഷെ നടന്നില്ല. എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ ആ പൈസ കൊടുത്തിട്ട് അവരെനിക്ക് നാട്ടിൽ നിന്ന് അത് അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ആരും നാട്ടിലത്തെ പൈസ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടുന്ന് ഈസി ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. എയർപോർട്ടിൽ നിന്ന് ഐ തിങ്ക് കുറച്ചും കൂടെ കുഴപ്പമില്ല. ഇവിടുന്നൊക്കെ ആകുമ്പോൾ ഭയങ്കര സർവീസ് ടാക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇന്ത്യൻ മണി എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ അത് ആക്ടിവേറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരിക. കാരണം SBI ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ആക്ടിവേറ്റ് ആക്കി കിട്ടാൻ തന്നെ. മേ ബി എൻ്റെ ഒരു എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളതെന്തായാലും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻ്റൊക്കെ വെക്കുന്ന ആ ഫയലിൻ്റെ അകത്ത് നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും കൂടെ വെക്കുക. അറിയാമല്ലോ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ മെഡിസിൻ ആണോ നിങ്ങൾക്ക് ഡെയിലി ആവശ്യമുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മെഡിസിൻസൊക്കെ കയ്യിൽ കരുതുക. ആൻഡ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെക്കുക. ഓക്കെ, സോ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന സമയത്ത് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു എൻ്റെ. ഞാൻ മുമ്പ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ചെറുതായപ്പോൾ, പക്ഷേ ഇതെൻ്റെ അത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും ഇതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, നമ്മളെ കൂടെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആൾക്കാരോ പറഞ്ഞിട്ടുള്ളൊരു അറിവേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് ഇവിടെ എത്തിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് ഇത് സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 2 ബാഗേ ഉണ്ടാവുള്ളൂ. ഒന്ന് നിങ്ങളുടെ ഹാൻഡ് ബാഗും പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗും. ഇത് 2 നിങ്ങളുടെ കയ്യിലുണ്ടാവും. ലാപ്ടോപ്പ് ബാഗിൽ ലാപ്ടോപ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് റൂള്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഫയലും കൂടെ ലാപ്ടോപ്പ് ബാഗിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഹാൻഡ് ബാഗിലാണ് ത്രൂ ഔട്ട് ജേർണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങളുടെ ഹാൻഡ് ബാഗിലാണ് ഇടേണ്ടത്. നിങ്ങൾ ആ മറ്റേ വലിയ ട്രോളീൻ്റെ അകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള നിങ്ങൾക്ക് ജേർണിയിൽ അത്രയൊരു അവേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങളുടെ ഹാൻഡ് ബാഗിലാണ് കരുതേണ്ടത്. സോ ഞാൻ എന്തൊക്കെയാണ് കരുതിയിട്ടുള്ളത് എന്ന് ഞാൻ പറയാം. ആൻഡ് ഇതെൻ്റെ പേഴ്സണൽ എന്താ പറയുക കാര്യങ്ങളാണ്. ഐ മീൻ എനിക്ക് പേഴ്സണലി എന്തൊക്കെയാണ് പെട്ടെന്ന് ആവശ്യമുള്ളത് എന്നാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു ജേർണിയിൽ പെട്ടെന്ന് എന്തൊക്കെ ചിലപ്പോൾ എനിക്ക് വേണ്ട പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് ആ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്.
സോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തതെന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ പാക്കറ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആയിരുന്നു. കാരണം ഞാനൊന്നും ചിന്തിച്ചില്ല, കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ. അപ്പം എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് എനിക്ക് 2-3 ചോക്ലേറ്റ്സ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലെത്തിയ സമയത്ത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മറ്റേ ട്രോളിയിലിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹാൻഡ് ബാഗിലിട്ടു. പക്ഷേ അത് യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമുക്കതെടുത്തിട്ട് കഴിക്കാം. ഓഫ് കോഴ്സ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് അവർ ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് കഴിഞ്ഞിട്ടും വിഷണം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു പാക്കേജസൊക്കെ നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ജേർണിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, വിശപ്പും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേറൊരാളെ തൊട്ടടുത്തുള്ള ആൾ ഡിസ്റ്റർബ് ചെയ്തൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. സോ എൻ്റെ കയ്യിൽ 2-3 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. പിന്നെ ഹെഡ്സെറ്റ്. അപ്പോൾ മിക്ക ആൾക്കാരും ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കും. പക്ഷെ മറന്നു പോരുത്, ആ വലിയ ബാഗിൽ ഒരിക്കലും ട്രോളിയിൽ ഒരിക്കലും ഇടാൻ പാടില്ല. ഹെഡ്സെറ്റ് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുക കേട്ടോ. കാരണം അത്രയും വലിയൊരു ജേർണിയിൽ നമ്മളിങ്ങനെ ചടച്ചിരുന്ന് പോവും ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ. പിന്നെ എന്താ പറയുക, മെഡിസിൻസ് നിങ്ങൾ ഈ ഹാൻഡ് ബാഗിലാണ് കേട്ടോ കരുതേണ്ടത്. പിന്നെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മൊത്തം ഇതിൻ്റെ അകത്താണ് വെക്കേണ്ടത്. അതായത് നിങ്ങൾ വൺസ് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ മേലെ പോയാൽ അവിടെ നിങ്ങൾക്കൊരു ട്രേ കാണും. ആ ട്രെയിൻ്റെ അകത്താണ് ഈ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും. എൻ്റെത് സ്മാർട്ട് വാച്ച് പോലും ആയിരുന്നില്ല. ഞാൻ എൻ്റെ വാച്ച് വരെ ഊരി വെക്കണം. ഞാൻ വാച്ച് വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട്, ചാർജർ വെച്ചിട്ടുണ്ട്, പവർ ബാങ്ക് വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആ ട്രെയിൽ വെക്കണം. എന്നിട്ട് ഈ ഹാൻഡ് ബാഗില്ലേ, അത് നമ്മൾ വേറൊരു ട്രെയിൽ വെക്കണം. അതായത് ബാഗിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ട്രെയിൽ വെക്കണം. നമ്മളുടെ ഹാൻഡ് ബാഗ് വേറൊരു ട്രെയിൽ വെക്കണം. എന്നിട്ട് അത് അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വരിക. അങ്ങോട്ടേക്ക് വരിക ഇൻ ദ സെൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഹാൻഡ് ബാഗിൻ്റെ അകത്താണ് നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ആൻഡ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫ്ലൈറ്റിൽ. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു ലിപ് ബാം കരുതുക. കാരണം നമ്മളുടെ ലിപ്സ് ഡ്രൈ ആവും. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരു ലിപ് ബാം എങ്കിലും കരുതി വെക്കുന്നത്. ഗേൾസ് എന്തായാലും വെക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ബോയ്സിൻ്റെ അടുത്താണ് നിങ്ങൾ ലിപ് ബാം വെക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ജേർണിയിൽ. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ വാങ്ങിച്ചിട്ട് വാവ് എന്ന് എനിക്ക് തോന്നിയ സംഭവം എന്താ വെച്ചാൽ, ഈ ട്രാവൽ നെക്ക് പില്ലോ. ഞാനത് സത്യം പറഞ്ഞ ഒരു സ്റ്റൈലിന് വാങ്ങിയതാണ്. കാരണം ഞാൻ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാവരും ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീഡിയോയിൽ അവരുടെ ട്രോളീൻ്റെ അവിടെ ആ ഒരു നെക്ക് പില്ലോ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എനിക്കും വാങ്ങണമല്ലോ എന്നുള്ളൊരു രീതിക്കാണ് ഞാനത് വാങ്ങിയത്. അതിൻ്റെ ഒരു യൂസ് അറിഞ്ഞപ്പോഴാണ് ഇനി ഞാനൊരു ഫ്ലൈറ്റ് ഒരു ജേർണിയിൽ പോവുകയാണെങ്കിൽ എനിക്കതില്ലാണ്ട് പറ്റില്ല. കാരണം അത് വെച്ചിട്ട് ഉറങ്ങുമ്പോൾ നല്ല ഒരു കംഫർട്ടാണ്. അതായത് ഞാൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു ദാറ്റ് ലിങ്ക്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെക്കിൽ അത് വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടാണ്. ആൻഡ് എപ്പോഴും ഞാനൊന്ന് ഉറങ്ങിയ സമയത്ത് ഞാനിതില്ലാണ്ട് ഉറങ്ങിപ്പോയി. ആ ഒരു ജേർണിയിൽ എനിക്ക് ഭയങ്കര കഴുത്തുവേദനയായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നേ അല്ല, എനിക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. നെക്ക് പില്ലോ ഇല്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ സീറ്റിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ആൻഡ് നെക്ക് പില്ലോ വെച്ചിട്ടുള്ളതും രണ്ടും ഡിഫറെൻ്റാണ്. സോ എല്ലാവരും അത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളിനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ലൈഫ് സേവർ ആയിരിക്കും. എന്തായാലും ഒരു ട്രാവൽ നെക്ക് പില്ലോ വാങ്ങാം. നെക്സ്റ്റ് വൺ ഇസ് ടിഷ്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരും, ടിഷ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ബട്ട് സ്റ്റിൽ നമ്മളെ കയ്യിൽ ടിഷ്യൂ ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഹാൻഡ് വാഷ്. നിങ്ങൾ ഇപ്പം എന്താ പറയുക, ഈ വാഷ്റൂമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നൊരു ജേർണി ആണല്ലോ നിങ്ങളുടെ. അപ്പം നിങ്ങളെന്തായാലും നിങ്ങളുടെ തന്നെ ഹൈജീൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സൂപ്പാണെങ്കിലും ശരി, അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിലുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, മേ ബി ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടേത് കരുതുന്നത് ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഐഡിയ. പിന്നെ ടിഷ്യൂ എന്തായാലും നിങ്ങൾ ഒരു സ്മോൾ പാക്ക് വാങ്ങുന്നത്
ഇസ് വെരി യൂസ്ഫുൾ. ഫുഡ് കഴിച്ചിട്ടോ വാട്ട് എവർ എന്ത് പർപ്പസിനാണെങ്കിലും ടിഷ്യൂ ഒരു ട്രാവലിന് പറ്റിയിട്ടുള്ള ഒരു കമ്പാനിയനാണ്. അതേപോലെ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ഇപ്പോൾ പാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പറയുക, കോംബ്, ഒരു ഹെയർ റബ്ബർ ബാൻഡ്, അതൊക്കെ ഗേൾസ് നിങ്ങൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കുക. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതായത് ബ്രഷും പേസ്റ്റും ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൈജീൻ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ ബാഗിൽ എടുത്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറ്റേ ബാഗിലായി പോകാൻ പാടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. അപ്പം അങ്ങനെ എൻ്റെ ഒരു സ്പേസ് സേവറായിട്ട് ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ ആമസോൺ ബേസിക്സ് പ്ലാസ്റ്റിക് വാക്യൂം കംപ്രഷൻ സ്റ്റോറേജ് ബാഗ്സ്. അപ്പോൾ അതും ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2-3 സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഐ തോട്ട് ഭയങ്കര കൺസ്യൂം ചെയ്യും സ്പേസ് എന്നൊക്കെ. പക്ഷേ ഈ ഒരു ആമസോണിൻ്റെ കംപ്രഷൻ ബാഗ് ഉള്ളത് കാരണം നമ്മൾ ഡ്രസ്സ് ആയിക്കോട്ടെ, അതായത് ഇങ്ങനത്തെ ഒരു പില്ലോ ഒക്കെ ഞാൻ എൻ്റെ ബാഗിൽ എനിക്കത് വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ്. 2-3 സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടാന്ന് ആൾക്കാർ എൻ്റെ ഫാമിലി ആയിരുന്നു, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയിരുന്നു എൻ്റെ കംപ്ലീറ്റ് ബാഗും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കണ്ടിരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സായിക്കോട്ടെ വാട്ടെവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിൽ വെച്ചിട്ട് ഇവർ വാക്യൂം ചെയ്തെടുത്തിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എത്ര kg ആണ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ടിക്കറ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യുക. ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഐറ്റംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളോ കൊണ്ടുപോകണം, പക്ഷെ നിങ്ങൾക്ക് സ്പേസും വേണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സ്റ്റോറേജ് ബാഗ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് 2 ട്രോളി ബാഗ് ഉണ്ടായിരുന്നു, രണ്ടും സെയിം വലുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഡ്രസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങാം, നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് 2-3 ടീഷർട്ട്സും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങാം, കാരണം ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമ്മൾ നമ്മളുടെ നാട്ടിലത്തെ തുണി ഇവിടെ വന്നിട്ട് സെറ്റാവുമോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടേ നിങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു നോർമൽ ജാക്കറ്റാണ് വാങ്ങിയത്. ആ നോർമൽ ജാക്കറ്റ് വാങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തത് എത്രത്തോളം ഇവിടെ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാനൊരു നല്ലൊരു ജാക്കറ്റ് വാങ്ങുകയാണ് ചെയ്തത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആക്ച്വലി. ഭയങ്കര കംഫർട്ട് തരുന്നൊരു ജാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഡിസംബർ ജാനുവരി ഇൻടേക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആക്ച്വലി വരുന്ന സമയത്ത് ആ ജാക്കറ്റ് ഇടുമ്പോൾ അത് സ്പേസും നമുക്ക് ജേണി കംഫർട്ടായിരിക്കണം എന്നില്ല. അതാണ് മെയിൻ റീസൺ ഞാൻ ആ ഒരു കുഞ്ഞി ജാക്കറ്റ് വാങ്ങിയത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളും അതിവിടെ വന്നിട്ട് വാങ്ങാൻ പോകാൻ പോലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തണുപ്പ് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ജാക്കറ്റ് വാങ്ങുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ലൊരു ജാക്കറ്റ് വാങ്ങുന്നതായിരിക്കും ഗുഡ് ഓപ്ഷൻ. പിന്നെ ഡ്രസ്സാണെങ്കിലും ശരി, മാക്സിമം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാം. ഒരുപാട് ഇന്നോവേഴ്സ് വാങ്ങാം കേട്ടോ. അപ്പോൾ ഗേൾസ് ആണെങ്കിൽ, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ചിലപ്പോൾ ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കംഫർട്ടബിൾ ആയിരിക്കും ഇവിടെ വന്നിട്ട് വാങ്ങുന്നത് എന്നുള്ളത് ഐ ഡോണ്ട് നോ. അപ്പോൾ മാക്സിമം ഇന്നോവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. അപ്പോൾ ബോയ്സ് ആണെങ്കിലും ശരി, സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്കത് വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട് ടൈം കിട്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ്, ക്ലോത്ത്സ് നിങ്ങൾ എന്തായാലും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ഈ ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. ആൻഡ് പിന്നെ എന്താണ്, ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ
വാങ്ങുന്ന സമയത്ത് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്റ്റൻഷൻ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ അടുത്തുള്ള എല്ലാ പ്ലഗ്സും ഇന്ത്യനാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ ഇവിടുത്തതിന് സ്യൂട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഒറ്റെണ്ണം ഇവിടുത്തെ UK പ്ലഗ് വാങ്ങിയിട്ട് അതിലെൻ്റെ എക്സ്റ്റൻഷൻ കേബിളിൻ്റെത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. കാരണം എനിക്ക് അത്യാവശ്യം ഒരുപാട് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്ലഗ് അറ്റ് എ ടൈം കുത്താനുണ്ടാവും. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ പേഴ്സൺ ഹു ലവ്സ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ നാട്ടിൽ നിന്നാണല്ലോ. ഇപ്പോൾ കെറ്റിലാണെങ്കിലും ശരി, ബ്ലെൻഡർ ആണെങ്കിലും ശരി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾ കെറ്റിലൊക്കെ എന്തായാലും വാങ്ങട്ടോ. കെറ്റിലും ബ്ലെൻഡറും ആണ് എനിക്ക് തോന്നുന്നത് കിച്ചണിലോട്ടേക്ക് അങ്ങനത്തെ യൂസിന് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ്. പിന്നെ ഒരു കുക്കർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു പാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് അതും നിൻ്റെ ഒരു സ്പേസ് പോകുന്നതാണ്, നിനക്ക് ഇവിടുന്ന് വാങ്ങിയാൽ മതിയായിരുന്നു പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ പർച്ചേസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സ്പേസും കൂടെ മാറ്റിയിട്ട് അവിടെ വേറെ സാധനങ്ങൾ ഫില്ല് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് വാങ്ങിയാലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ യു. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ 2 ട്രോളീസ്. അപ്പോൾ ആ 2 ട്രോളീസിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മാക്സിമം. കാരണം എന്താ വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക്. പെട്ടെന്നൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത് എന്താ ഇപ്പോൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് ഞാനിങ്ങനെ ഭയങ്കര കാറ്റഗറൈസ് ചെയ്തിട്ട് പറയല്ല കേട്ടോ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളതൊരു പേപ്പറിലിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം പെട്ടെന്ന് ഓരോന്നും മൈൻഡിലേക്ക് ഫ്ലാഷ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഡാർക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ സ്നീക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് ഫുഡാണോ കഴിക്കാൻ ഇഷ്ടം, ഈ പാക്കറ്റ് ഐറ്റംസ് അത് നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തോ. അപ്പോൾ മാഗി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ മാഗി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാഗി എടുക്കുക. ബേക്കറി ഐറ്റംസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതെടുക്കുക. കാരണം ഇന്ത്യൻ സ്റ്റോർ നിങ്ങളെ അടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഇവിടുന്ന് ഒരു മാഗി വാങ്ങി, അത് ഞാൻ വായിൽ വെച്ചപ്പോൾ തന്നെ കളഞ്ഞു. ഭയങ്കര വേസ്റ്റ് മാഗി. അപ്പം നമ്മളുടെ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ അച്ചാർ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു മെമ്പറാണ് നമ്മളിവിടെ വരുമ്പോൾ. കാരണം അച്ചാർ എപ്പോഴും എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാറും കഞ്ഞിയുമാണ് എൻ്റെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ബട്ട്. അപ്പോൾ അച്ചാർ എന്തായാലും നിങ്ങൾ വാങ്ങാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ വാങ്ങുക മാക്സിമം. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രസ്സ് കുറയ്ക്കുക. അതേപോലെ തന്നെ ഈ കെറ്റിൽ, ബ്ലെൻഡർ, പാൻ, കുക്കർ അതും കുറയ്ക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ നാട്ടിലത്തെ പൈസ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്, മാഗി കൊണ്ടുവന്നിട്ടുണ്ട്, ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ഡാർക്ക് ഫാൻറ്റസി ഒരു 2 ഫാമിലി പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ചിപ്സ് ഞാൻ ഒരു ബേക്കറി പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം എടുത്തിട്ടില്ല, പിന്നെ ഡേറ്റ്സ് ആൻഡ് നട്ട്സും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അത് നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളെന്തായാലും അതൊക്കെ വാങ്ങാം. ഓക്കെ, പിന്നെ മസാല പൊടീസ്. എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ, ഞാൻ കുക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മസാല പൊടീസൊക്കെ തന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാൻ കുക്ക് ചെയ്യാനോ, ഞാൻ എന്തിനും കുക്ക് ചെയ്യാനോ, ഈ അമ്മ ഈ മല്ലിപ്പൊടി, മുളക് പൊടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരുമ്പോൾ എൻ്റെ മൈൻഡ് ബ്ലാങ്കാണ്. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്. പക്ഷേ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ആൻഡ്
അമ്മ. കാരണം ഇവിടെ വന്നിട്ട് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ എന്ത് കുക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് രണ്ട് മാസമായി. അത് ഇപ്പോഴും പകുതി ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഇത് യൂസ്ഫുൾ അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അതായത് പുറത്ത് പോയി വാങ്ങണ്ടല്ലോ, അതായത് ഇത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളത് ഭയങ്കര ഒത്തൻറ്റിക് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തുനിന്ന് അത് വാങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കെന്തോ പോലെ. എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കൊറിയർ ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ എന്തായിരിക്കും. അപ്പോൾ മസാല പൊടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കരുതുക. ആൻഡ് ഞാനൊരു കഞ്ഞി പേഴ്സൺ ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാനുള്ളൊരു അരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങളവിടെയൊക്കെ അതിനെന്താ പറയാമെന്ന്. ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞി പൊടിയരിയാണ്. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല വാട്ടർ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക കേട്ടോ. ആൻഡ് ഡ്രസ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഹാൻഡ് ഗ്ലൗസ് വാങ്ങുക, കുറേ സോക്സ് വാങ്ങിക്കോ. സോക്സ് ഇവിടെ ഒരു നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. സോക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഉറങ്ങുമ്പോൾ ആണെങ്കിലും ശരി. സോക്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹാൻഡ് ഗ്ലൗസ് നിങ്ങൾ എന്തായാലും വാങ്ങുക, സോക്സ് നിങ്ങൾ എന്തായാലും വാങ്ങുക, ഒരു ക്യാപ്പ് വാങ്ങുക, മങ്കി ക്യാപ്പ്, ചെവിയിൽ കാറ്റൊക്കെ അടിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങുക. ജീൻസ് വാങ്ങുക, നൈറ്റ് വെയർസ് വാങ്ങുക. അതായത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വാങ്ങുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഈ ഇന്നർ വെയർസിൻ്റെ കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം നമ്മളെ നാട്ടിൽ കുഴപ്പമില്ലാത്ത ഒരു ബ്ലാങ്കറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ തണുപ്പിൽ ആ ബ്ലാങ്കറ്റ് ഒന്നും പുതച്ചിട്ടൊന്നും ആയിട്ടില്ല. എനിക്ക് തണുപ്പ് നന്നായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു ഡുവെറ്റ് വാങ്ങിയപ്പോഴാണ് ആക്ച്വലി ഞാനൊന്ന് കംഫർട്ടായത്. അപ്പോൾ ഞാൻ ആരോടും ബ്ലാങ്കറ്റ് എടുത്ത് വരാൻ ഞാൻ പറയില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഡുവെറ്റ് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ ആ ഒരു സ്പേസും കൂടെ നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ചപ്പൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് റൂമൊന്നും കാര്യങ്ങളൊക്കെ ചപ്പൽ യൂസ് ചെയ്യും. പിന്നെ ഒരു വൈറ്റ് ഷൂ വാങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് ഷൂസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ വെറുതെ സുഡിയോന്ന് ഒരു 2-3 എണ്ണം വാങ്ങി വെച്ചാലും മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. പിന്നെയെന്ന് പറയുന്നത് എന്താ, ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ഈ ബാക്ക് കവേഴ്സൊക്കെ, എനിക്ക് ഈ ബാക്ക് കവേഴ്സിലൊക്കെ ഭയങ്കര ക്രേസുള്ള ആളാണ്. എൻ്റെ ഒരു ബാക്ക് കവറാണിത്. അപ്പോൾ ബാക്ക് കവേഴ്സും കാര്യങ്ങളൊക്കെ ക്രേസുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു പാർട്ട് ടൈമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങുമായിരിക്കും. പക്ഷെ സ്ഥലം ഉണ്ടെങ്കിൽ നാട്ടിലത്തെ പൈസയിൽ നിങ്ങൾക്ക് 2-3 എണ്ണമൊക്കെ വാങ്ങാം. പിന്നെ ഭയങ്കര ഫേമസ് അല്ലാത്ത ഫോണോ കാര്യങ്ങളോ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ഭയങ്കര വലിയ ഇവിടെയൊക്കെ അതിൻ്റെ സ്ക്രീൻ കാർഡ് കിട്ടുമെന്ന് ഡൗട്ടുള്ള ഏതെങ്കിലും ഫോണാണെങ്കിൽ സ്ക്രീൻ കാർഡും വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കാരണം വൺസ് അത് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടി നിലത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ക്രീൻ കാർഡ് ത്രൂ ഔട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കത്തി ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് കത്തിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ കത്തി കാണുമ്പോൾ. ഇങ്ങനെ കുക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പം അങ്ങനെയല്ല, എനിക്കത് കാണുമ്പോൾ ഒരു സ്റ്റൈലിഷ് കത്തിയാണ് എൻ്റെത്. പിന്നെ ഞാനൊരു കപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വൈ നോട്ട് ഒരു കത്തി വാങ്ങിയാൽ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കത്തി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാൻഡേഡ് എന്നോട് ഫാമിലിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കണം എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ ബാൻഡേഡ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത സമയത്ത് എൻ്റെ കൈൻ്റെ ഇവിടെ മുറിഞ്ഞു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ബാൻഡേഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. അത്ര വലിയ മുറിവല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാൻഡേഡ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ മരുന്ന്. പിന്നെ ഇവിടെ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു ഹീറോ ആണ്. എല്ലാവരും പാരസെറ്റമോൾ കഴിച്ചോ, പാരസെറ്റമോൾ ഉണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പോൾ മെഡിസിൻസിൽ നിങ്ങൾ എന്തായാലും പാരസെറ്റമോൾ ആഡ് ചെയ്യും, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്. പിന്നെ മോയ്സ്ചറൈസർ എന്തായാലും വാങ്ങുക. അത് ജെൻഡർ എന്താ പറയുക ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ വാങ്ങാം. കാരണം എനിക്കറിയില്ല,
ഇപ്പോൾ ഇത്രയുള്ള സ്ലീവ് ആയതുകൊണ്ടാണ് ചില സമയം ഞാൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ള പൊടി പോലെ ഇങ്ങനെ കാണാം. ഫേസ് ആയിക്കോട്ടെ, കാലായിക്കോട്ടെ, കാലൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് അത് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാം. ലിപ് ബാം ഞാൻ പറഞ്ഞതുപോലെ ലിപ് ബാമും നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. കാരണം ഇപ്പം ഞാനൊക്കെ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, അതേപോലെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താ പറയുക, നല്ല അടിപൊളി, എൻ്റെത് ഇവിടെ അടുത്തില്ല, ഞാൻ ഷുഗറിൻ്റെ ഒരു ഗ്രേപ്പ് കളർ വരുന്ന, ഗ്രേപ്പ് ഔട്ടർ കളർ വരുന്ന ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, പക്ഷെ നല്ലതായിരിക്കണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലിപ് ബാമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവരണം തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയിട്ട് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ട്, ഒരു കേളർ ഉണ്ട്, ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്യാരി ചെയ്യുക കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കുറച്ച് കരുതുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട്, ഞാനിങ്ങനെ എൻ്റെ റൂമിൽ നോക്കുക ഞാൻ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന്. ദാറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും അതായത് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊരു വലിയ വീഡിയോ ആണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും, ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു നല്ല അടിപൊളി വീഡിയോ, അതായത് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. കുറേ വീഡിയോസൊക്കെ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതല്ല ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്പോൾ ആലോചിക്കുക, ഞാനാണ് ആ സിറ്റുവേഷനിൽ വെച്ചാൽ എനിക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടതുണ്ടാവുക, അപ്പോൾ അതാണ് നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ എനിക്കറിയില്ല ഇത് എത്ര ഡ്യൂറേഷൻ പോവുമെന്ന്, പോയിട്ടുണ്ടാവുന്നു. പക്ഷേ ഐ തിങ്ക് ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സ്റ്റുഡൻസിന് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. I will be very happy to give you responses about that. അപ്പോൾ that's it for today. I hope you enjoyed watching my video. എനിക്ക് ഭയങ്കര നമ്മളിങ്ങനെ സെക്കൻഡ് ടൈം വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ബിറ്റ് നെർവസ് ആണ് ഞാൻ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നെക്സ്റ്റ് വീഡിയോ ആവുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. സോ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.